സ്ഥലമുണ്ട്. പലപ്പോഴും മുൻഗാമികളായ പല ആളുകളും അവരുടെ ജീവിതത്തിന്റെ നല്ല സമയമാണ് സമൂഹത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ കഷ്ടപ്പാട് കൊണ്ടാണ്. തിരുവേപ്പുറയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് 1936 തുടങ്ങുന്ന ഒരു പഞ്ചായത്ത് സംവിധാനമാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശത്തൊന്നും അങ്ങനെയുള്ളൊരു പഞ്ചായത്ത് സംവിധാനം ഇല്ലാത്ത കാലത്ത് വളരെ പഴക്കമുള്ള ഒരു പഞ്ചായത്ത് സംവിധാനം വന്ന ഒരു നാട്. വള്ളുവനാടിൻ്റെ മലബാറിൻ്റെ തനത് സവിശേഷതകൾ സമ്മിശ്രമായി കിടക്കുന്ന ഒരു നാട്. പ്രഥമമായ ആദ്യകാലത്ത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നൊരാൾ പ്രസിഡന്റും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നൊരാൾ വൈസ് പ്രസിഡന്റുമായിരുന്നു ഒരു സംവിധാനം. പിന്നെ പതിയെ ആ ഒരു ജനാധിപത്യ പരിസ്ഥിതിയിലേക്ക് നമ്മൾ നടന്നു കയറിയപ്പോൾ അതിനൊപ്പം ഇങ്ങനെ ഒപ്പം സഞ്ചരിച്ച ഒരു നാട്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഇങ്ങനെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ നാടിനെ മറ്റുള്ളവരോട് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന ഒരു സ്ഥലം, ഞാൻ വരുന്നത് നാരായണത്തു ഭ്രാന്തിൻ്റെ നാട്ടിൽ നിന്നാണ്. ഐതിഹ്യ പെരുമയുടെ നിരവധി മനോഹരമായ അധ്യായങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടേത്. ഞാൻ ചിലരോട് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട പല ഡിസ്കഷനൊക്കെ നേരത്തെ നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസിയോടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മുടെ ഈ തൊട്ടടുത്ത് 3 ശ്രീകോവിലുകളുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് നമ്മുടെ തിരുവേഗപ്പുറ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. 100 കണക്കിന് വർഷം പഴക്കമുള്ളൊരു പള്ളിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അന്നൊക്കെ നമുക്ക് പറയാനുണ്ടായിരുന്ന കരിഞ്ചേരിത്തൊടി പള്ളിയാണ്. അപ്പൊ ഞാനിതൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുന്നവരും ഒന്നിച്ച് ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒന്നിച്ചും ഒരുമിച്ചും ജീവിക്കണമെന്ന് കരുതിയവരുമാണ്. അതിനിടയിലേക്ക് ഇങ്ങനെ ചില പ്രാണികൾ വന്നെടുക്കുമ്പോൾ ഒരുപക്ഷെ പ്രാണികളെ നമ്മളാരും കൊല്ലാൻ ഇഷ്ടപ്പെടാറില്ലല്ലോ, അല്ലേ? ഇപ്പൊ എത്രയോ പ്രാണി ഇപ്പൊ എന്റെ അരികിൽ വന്നു സ്വയം ബലറാമിന്റെ ചായയിലേക്ക് വരെ ചാടി ആത്മഹത്യ ചെയ്ത പ്രാണികളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ആവുമെന്നല്ലാതെ ഒരിക്കലും ഒരു പ്രാണിയെയും നമ്മളാരും തല്ലാറില്ല. അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് ചിലതൊക്കെ പുലമ്പിപ്പോയത് കൊണ്ട് നമ്മളുടെ സമന്വയം, നമ്മളുടെ സംസ്കാരം, നമ്മളുടെ പാരമ്പര്യം, നമ്മുടെ സവിശേഷതകൾ ഇതൊന്നും നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു CPM സുഹൃത്തിനോട്, ഒരു BJP സുഹൃത്തിനോട്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോടൊപ്പം ഇരുന്ന് ചായ കുടിക്കുവാനും സംസാരിക്കുവാനും ഹൃദയം തുറന്ന് സംസാരിക്കുവാനും ചിരിക്കുവാനും ഒക്കെ മനസ്സ് കാണിക്കുന്നിടത്താണ് സഹിഷ്ണുതയുടെ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. ഏതൊരു അധ്യാപനത്തിനെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് മനുഷ്യന് നന്മകൾ ചെയ്യുക എന്നുള്ളത്. സാമൂഹ്യോന്നമനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതവിശ്വാസം എന്നാണ് പറയുന്നത്. നിങ്ങൾ മനുഷ്യരെ ഇഷ്ടപ്പെടുക എന്നിടത്തോളം, പ്രകൃതിയെ ഇഷ്ടപ്പെടുക എന്നിടത്തോളം വലിയ ഒരു ആരാധന പോലും ഇല്ല എന്നാണ് എല്ലാ വിശ്വാസങ്ങളും സനാതന ധർമ്മങ്ങളും പഠിപ്പിക്കുന്നത്. പക്ഷെ അതിനനുസൃതമായി ഒരു സമൂഹത്തെ നയിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. നമുക്ക് സംസാരിക്കാനുള്ള ഒരുപാട് വിശാലമായ ലോകം ഇവിടെയുണ്ട്. നോക്കൂ, ഞാനും നിങ്ങളും ഇപ്പോൾ ഒരു സ്കൂളിന്റെ മുറ്റത്തിരിക്കുന്നത് വലിയൊരു ബേജാറിലൊന്നുമല്ല, വലിയ ആശങ്കയിലല്ല, ഒരു ഭയവുമില്ല. അല്പസ്വല്പം ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇങ്ങനെ സുഖമായിരിക്കുന്നതിനിടയിൽ തലയിൽ മഴത്തുള്ളികൾ വീണ് നനയുമോ എന്നൊരു ആശങ്ക മാത്രമേ ഉണ്ടാകൂ. അതല്ലെങ്കിൽ ഒരു പ്രാണി വന്ന് മുക്കിൽ കയറുമോ എന്നൊരു ആശങ്ക മാത്രം, അതിലപ്പുറത്തൊന്നുമില്ല. എന്നാൽ മഴ പെയ്താലും കയറി നിൽക്കുവാൻ നമുക്കൊരു ഇടമുണ്ട്. എന്നാൽ മഴയ്ക്കു പകരം തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ബോംബ് വർഷിക്കപ്പെടുമ്പോൾ നിരായുധരായ നിസ്സഹായരായ വിലപിക്കുന്ന കുറെ മനുഷ്യരുടെ ജീവൻ കൂടി തൊട്ടപ്പുറത്തുണ്ട്. പലസ്തീനില് 68,000 കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോൾ യുദ്ധത്തിന്റെ കരാറിൽ പ്രകാരം ഇങ്ങോട്ട് പലസ്തീനുകളുടെ മൃതശരീരങ്ങൾ ഇങ്ങോട്ടും ഇസ്രായേലിലെ ജൂതന്മാരുടെ തടവുകാരെ അങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോൾ വാഹനങ്ങളിൽ 10-40 പേരുടെ മൃതദേഹങ്ങൾ ഒന്നിച്ചു വാങ്ങിക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വിലപിക്കുന്ന കുറെ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ പോലെ എത്രയോ സുന്ദരികളായ സുന്ദരന്മാരായ കുഞ്ഞുങ്ങൾ, കൈകാലുകളില്ലാത്തവർ, മുഖമാകെ ചോരയൊലിപ്പിച്ച് ഇങ്ങനെ ഒരു പൂച്ചിതറിക്കിടക്കുന്ന പോലെ തലചിതറിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ചിത്രം ദൈനംദിനം നമ്മൾ കാണുന്നുണ്ട്. ആശുപത്രിയിൽ പുതിയ ഒരു കുഞ്ഞിന് പിറവി നൽകാൻ കാത്തിരിക്കുമ്പോൾ ബോംബ് വർഷത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർ, മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആശുപത്രിയിൽ പോയി ഓഫീസിൽ നിന്നത് കൈപ്പറ്റാൻ നിൽക്കുമ്പോൾ തന്റെ 2 ഇരട്ട കുട്ടികളും മരിച്ചെന്ന വാർത്ത കേട്ട് വിഷണ്ണനായി വിലപിക്കുന്ന ചെറുപ്പക്കാരന്റെ ചിത്രങ്ങൾ.
എത്രയോ മൃതശരീരങ്ങൾ ഇപ്പോഴും യുദ്ധം ബാക്കി വെച്ച ശവപ്പറമ്പിൽ കിടക്കുന്നുണ്ടെന്ന വാർത്തകൾ അറിയുമ്പോഴാണ് മനുഷ്യനാകേണ്ടതിന്റെ ചില ബോധ്യങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടത്. സവിശേഷമായ മനുഷ്യത്വത്തെ കുറിച്ച് തന്നെയാണ് രാഷ്ട്രീയത്തിലും പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ബഹുസ്വരത, ആ ബഹുസ്വരത നമ്മുടേത് കൂടിയാണ്. ഇന്ത്യക്ക് ആ ബഹുസ്വരത ആർജിക്കുവാൻ പര്യാപ്തമാക്കിയത് മുൻഗാമികളാണ്. എനിക്ക് എന്നല്ല മറ്റുള്ളവർക്ക് എന്ന ഒരു വിശാലമായ താല്പര്യമായിരുന്നു ഓരോ രാജ്യസ്നേഹിയുടെയും ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അഷ്ഫാഖുല്ലാ ഖാനും ബിസ്മിൽ രാം പ്രകാശ് ബിസ്മിലും ഭഗത് സിംഗും ഒക്കെ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോഴും അവർ ധീരദേശാഭിമാനികളായി രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറായത്. ഗാന്ധിജി പോലും തന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുമ്പോഴും എന്റെ നാടിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ നാട്ടിന്റെ ഗ്രാമങ്ങളാണെന്ന് പറഞ്ഞതും, ആഫ്രിക്കയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ തന്റെ കാലിൽ നിന്ന് വീണ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിൽ നിന്ന് വീണ ഷൂസ് ദൂരെ കിടക്കുന്നത് കണ്ടപ്പോൾ അത് എടുക്കുവാനില്ല, മറിച്ച് തന്റെ മറ്റേ കാലിലെ ഷൂസ് എടുത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് എന്തുകൊണ്ടാണ് ഗാന്ധി അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു കഥയ്ക്ക് ഉത്തരമായി ഗാന്ധിജി പറയുന്നത്, ഞാനത് എറിഞ്ഞു കൊടുത്തത് ഒരു പാവപ്പെട്ട മനുഷ്യന് 2 ഷൂസുകൾ കിട്ടട്ടെ എന്നുള്ളിടത്താണ്. നോക്കുക, പലപ്പോഴും വലിയൊരു സന്ദേശം നൽകുന്ന ഒരു വാക്കുണ്ട്, അതിനകത്തൊരു ദാർശനിക തലമുണ്ട്. 2 കാലുകളും ഇല്ലാത്ത ഒരാളെ കാണുന്നത് വരെ ഞാൻ ചെരുപ്പിന് വേണ്ടി കരയുമായിരുന്നു എന്ന് പറയുന്ന പോലെ സുഖങ്ങളിൽ മാത്രം ജീവിക്കുന്ന പുതിയ ലോകത്തിന് നമ്മളൊക്കെ പലപ്പോഴും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്ക്രീൻ ടൈം കൂടിയിരിക്കുന്നു, ഗ്രീൻ ടൈം കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സ്ക്രീൻ ലൈഫാണ്, ഗ്രീൻ ലൈഫ് അല്ല. നമ്മളെപ്പോഴും ചിലയിടങ്ങളിൽ സ്ക്രീനുകളിൽ മാത്രം മുഖം മാറ്റിവെക്കുന്ന ഒരു കാലത്ത് ഗ്രീൻ എന്ന് പറയുന്ന പച്ചയുടെ, പ്രകൃതിയുടെ, നന്മയുടെ, ഹരിതാപമായൊരു ലോകത്തിലേക്കുള്ള കാഴ്ച തുറന്നു വെക്കണമെന്ന് കൂടിയാണ് ജനസഭ പറയുന്നത്. അതൊക്കെ പറയാൻ അർഹതയുള്ള ഒരു വേദി കൂടിയാണ് നമ്മുടെ വേദി. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ബൽഗുണ സംസാരിക്കുമ്പോൾ ഞാൻ നമ്മുടെ രാധാകൃഷ്ണനോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ UDF ഭരിക്കുന്ന ഒരു കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു, പഞ്ചായത്തിന്റെ പരിപാടിയിലേക്ക്. ബൽറാം എന്ന വേദിയിലുണ്ടായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. നമുക്ക് അധികാരമില്ലാത്ത ഒരു സമയത്ത് അപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് ക്യാബിനറ്റ് റാങ്കുള്ള ഏറ്റവും ശ്രദ്ധേയനായ പ്രതിപക്ഷ സ്വരം എന്നല്ല, തിരുത്തലിന്റെ സ്വരമാണ്. ആ ഒരു സ്വരത്തിന്റെ ഉടമയായ കൃത്യമായ ഔദ്യോഗികതയുള്ള ഭൂരിപക്ഷം വരുന്ന തന്നെ ഒരു ജനതയുടെ പ്രതിനിധിയെയാണ് ഇന്നലെ അസീസും ഭരണസമിതിയും തിരുവേഗപ്പുറയിലേക്ക് കൊണ്ടുവന്നത്. 15 വർഷം നമ്മൾ ഓരോരുത്തരെ നമ്മൾ ഭരിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേരളത്തിൽ ഭരണം കിട്ടിയപ്പോഴാണ് നമ്മൾ വലിയ ചില പരിപാടികൾ നടത്തിയത്. ഗ്രാമോത്സവം ഒക്കെ നമ്മൾ നടത്താൻ സഹായകമായത് കേരളം നമ്മൾ ഭരിച്ചിരുന്നത് കൊണ്ടാണ്, CP അന്ന് MLA ആയിരുന്നത് കൊണ്ടാണ്. ഗ്രാമോത്സവം വലിയ സംഖ്യ 50 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് കേരളത്തിൽ ഒരു പഞ്ചായത്തും നടത്താത്ത മനോഹരമായൊരു പരിപാടി നമ്മൾ നടത്തിയപ്പോൾ പിറകിൽ നമ്മളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി അന്ന് ഇങ്ങോട്ട് വരുന്നതും, ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരുന്ന സന്ദർഭത്തിൽ 2011 അദ്ദേഹം പഞ്ചായത്തുകൾക്ക് ഒരു നിർദ്ദേശം നൽകുന്നത്. അതൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നില്ല. പാലിയേറ്റീവിന് പണം നീക്കി വെക്കണമെന്ന്. ആ പാലിയേറ്റീവിന് പണം നീക്കി വെക്കുവാൻ നിർബന്ധ പദ്ധതിയായി അത് തീരുമാനിക്കുന്നതിന് മുൻപ് അത് നടപ്പിലാക്കിയ പഞ്ചായത്തിന്റെ പേര് തിരുവേഗപ്പുറ എന്നാണ്. എനിക്കറിയാം, ഞാനിവിടെ അന്നത്തെ മെമ്പർ പ്രിയപ്പെട്ട മുസ്ലിമുണ്ട്, PT മുഹമ്മദ് കുട്ടിയൊക്കെ ഞങ്ങൾ ഭരണസമിതിയില് ഇങ്ങനെ പ്രായം ചെന്ന് അവശത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ എല്ലാവരെയും ഒരിടത്ത് നരിപ്പുറം സ്കൂളിൽ കൂട്ടിയപ്പോ അവര് പാലിയേറ്റീവ് പരിചരണത്തിലുള്ള രോഗികളായ ആളുകൾ, അതിലൊരാൾ എന്നോട് പറഞ്ഞത്, വിളത്തൂരിലുള്ള പ്രായം ചെന്നൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്, എനിക്കൊരു വീൽ ചെയർ വേണമെന്നാണ്. അന്ന് ആ വീൽ ചെയർ സംഘടിപ്പിച്ച് ഞാനും മുസ്വാക്കയും പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. പ്രായമുള്ള, കാഴ്ച കുറച്ച് കുറവുള്ള, കാഴ്ചയില്ലാത്ത പാവപ്പെട്ട മനുഷ്യനെ ആ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഞങ്ങളിങ്ങനെ ആ ചെറിയ വീടിനുള്ളിലൂടെ തള്ളി സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം അതൊക്കെയാണെന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് 2011 മുതൽ 2010 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ എല്ലാ നന്മകളും സമാനമാ വിധത്തിലല്ല, അതിനേക്കാൾ മനോഹരമായി പിന്മുറക്കാർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം വിളത്തൂരിൽ ബഡ്സ് സ്കൂളിന്റെ കൂടി ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. നോക്കൂ, കുഞ്ഞുങ്ങളെ ആര് നോക്കുമെന്ന് അവലാതി പറയുന്ന അമ്മമാരുടെ ശബ്ദം കേൾക്കേണ്ടവർ തന്നെയാണ് നമ്മൾ. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അമ്മയെന്ന് വിളിക്കാൻ കഴിയാത്ത, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, ശബ്ദമില്ലാത്ത, നേരെ ചൊവ്വെ ഭക്ഷണം കഴിക്കാൻ
പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മമാർ പ്രയാസപ്പെടുമ്പോൾ അവരുടെ മക്കളെ ചോർത്തു പിടിക്കാൻ, അവരുടെ മക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കൂടി നമ്മൾ ഒരുങ്ങുകയാണ് എന്നിടത്താണ് നമ്മുടെ കാരുണ്യത്തിന്റെ രാഷ്ട്രീയവും കാരുണ്യത്തിന്റെ വികസനവും ഒക്കെ എത്തി നിൽക്കുന്നത്. ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് തീർച്ചയായിട്ടും അമ്മമാർക്കൊരു അത്താണി എന്ന പേരിൽ അടുത്ത UDFന്റെ പഞ്ചായത്ത് ഭരണ സമിതിയുടെ മാനിഫെസ്റ്റോയിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണം. നമ്മൾ അത്തരം ആശയങ്ങൾ വെക്കണം. ഇവിടെ ഒരാൾ പോലും, ഇവിടെ പ്രതീക്ഷയോടുകൂടി ആളുകൾ നമ്മളെ സമീപിക്കുന്നുണ്ട്. നമ്മളിൽ അവർക്ക് വിശ്വാസമുണ്ട്, നമ്മൾ അവർ വിശ്വസിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനതയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും നിന്നു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നാം ചെയ്യുന്നത് ഒരിക്കലും ഒരു ഉദാരതയല്ല, മറിച്ച് നാം ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. ആ അർത്ഥത്തിൽ തന്നെ ആയിരിക്കണം ഇനിയുള്ള നാളുകളിലും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. രാഷ്ട്രീയം നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. രാമണ്ണയിലെ വസതിയിൽ നിരായുധനായി നിസ്സഹായനായി തടവിലെന്ന പോലെ പാർപ്പിക്കപ്പെട്ട യാസിർ അറാഫത്തിന്റെ അരികിലേക്ക് ഒരു ചെറിയ മനുഷ്യൻ, അത്രയൊന്നും ആകാര സൗഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രതിനിധിയായ ഒരു മനുഷ്യൻ, തലയിൽ കെട്ടുള്ള താടി വെച്ച സിഖ് സമുദായത്തിലുള്ള ഒരു മനുഷ്യൻ, ചെറിയ മനുഷ്യൻ, അധികമൊന്നും സംസാരിക്കാത്ത ഒരു മനുഷ്യൻ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പോലെ അട്ടഹസിക്കാത്ത ഒരു മനുഷ്യൻ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പോലെ വേഷഭൂഷാദികൾ ഇല്ലാത്തൊരു മനുഷ്യൻ, എന്നാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയേക്കാൾ ഉയരമുള്ള ബിരുദങ്ങളുള്ള ഒരു മനുഷ്യൻ, ലോകം അംഗീകരിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നായിരുന്നു. അദ്ദേഹം മറ്റൊരാളെ യാസിർ അറാഫത്തിന്റെ അരികിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിനെ അങ്ങോട്ട് മരുന്നും ഭക്ഷണവും വസ്ത്രവും പണവുമായി പറഞ്ഞയക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ബന്ദി എന്ന പോലെ കഴിയുന്ന പലസ്തീൻ PLOയുടെ നേതാവിനരികിലേക്ക്. ചെറുത്തുപിടിക്കലിന്റെ രാഷ്ട്രീയം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. ശക്തി കച്ചേരികൾ ഞങ്ങൾ വലിയ തമ്പ്രാക്കന്മാരാണെന്ന് ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുമ്പോൾ ഒന്നുകിൽ ഇവിടെ ഈ ചേരിയിൽ അല്ലെങ്കിൽ ആ ചേരിയിൽ എന്ന് പറഞ്ഞ് ധാർഷ്ട്യം കാണിക്കുമ്പോഴാണ് ചേരിയിൽ ചേരാത്ത ചേരി ചേരാ നയത്തിന് പ്രിയപ്പെട്ട നെഹ്റു ഈ ലോകത്തിന് മുൻപിൽ ഇങ്ങനെ ഈ രാജ്യത്തെ ഉയർത്തി നിർത്തിയത്. ഇപ്പോ പലരും ഇങ്ങനെ ഒട്ടും വേഷവും അണിഞ്ഞ് ഫോട്ടോയ്ക്ക് വേണ്ടി വേഷം ധരിക്കാനുള്ളതല്ല, വേഷം കെട്ടാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നാട്ടിൽ നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വരികയാണ്. അങ്ങനെന്താണ് ഒരു കുപ്പായം ധരിക്കാത്തത് എന്ന് ഗാന്ധിജിയോടൊരിക്കൽ ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്ന ഒരു കഥയുണ്ട്. ഗാന്ധിജി ആ കുട്ടിയോട് പറയുന്നുണ്ട്, എനിക്ക് കുപ്പായം ഇല്ലാത്തതുകൊണ്ടാണ് മോളെ, എങ്കിൽ അങ്ങേക്ക് ഞാനൊരു കുപ്പായം തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരു കുപ്പായം പോരല്ലയോ, ഇന്ത്യയിലെ മഹാമനുഷ്യർ, കുപ്പായം ധരിക്കാൻ കഴിയാത്ത പാവപ്പെട്ട മനുഷ്യർ കുപ്പായം ധരിക്കുന്ന കാലത്തെ ഞാൻ കുപ്പായം ധരിക്കൂ എന്ന് പറയുന്ന ഒരു ഗാന്ധിജിയുടെ നാടിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വല്ലാത്തൊരു ദുര്യോഗം കൂടിയാണ്. അപ്പൊ ആ ദുര്യോഗമുള്ള ഒരു ഇന്ത്യയിൽ ജീവിക്കുമ്പോഴും നമ്മളിങ്ങനെ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ബഹുസ്വരതയിലിട്ട് സ്വരം ഒരിക്കലും ഏകസ്വരത്തിനല്ലല്ലോ രസമുള്ളത്. സ്വരം മനോഹരമാകുന്നത് ബഹുസ്വരമാകുമ്പോഴാണ്.